मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। വാവ്! ഈ വർഷം സൺസിറ്റിയിൽ നടക്കുന്ന മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷൻ അടിപൊളിയായിരിക്കും. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എല്ലാ ഡാൻസേഴ്സും അവരുടെ മെഷീൻസ്, അതായത് വണ്ടികളുടെ കൂടെ വന്ന് ഇവിടെ പെർഫോം ചെയ്യാൻ പോവാണ്. ഒരൊറ്റ വാക്കിൽ പറയണമെങ്കിൽ നമ്മൾ ഇന്ന് മുതൽ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. അതെ, കലക്കി മറിക്കാന്നേ. കളിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മ വന്നത്. ഞാൻ എന്റെ ചോക്ലേറ്റ് കഴിച്ചോട്ടെ. പക്ഷെ ഇത് നമുക്ക് 2 മടങ്ങ് രസകരമായ കാര്യമാണ്. അതായത് കീക്കോ, നീ പിന്നെ സൂപ്പർ സ്പീഡോയും ഈ ഡാൻസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഡബിളിന്റെ ഡബിൾ രസമായിരിക്കും. കാരണം കീക്കോ ആൻഡ് സൂപ്പർ സ്പീഡോ ജോഡി എപ്പോഴും ബെസ്റ്റ് ആണ്. തീർച്ചയായിട്ടും സക്സസ് ആണ്. വൺ വേർഡിൽ പറയുകയാണെങ്കിൽ കറക്റ്റ് ആണ്. ഞാൻ സൂപ്പർ സ്പീഡോയെ യൂസ് ചെയ്യുന്നത് ക്രൈം തടഞ്ഞു നിർത്താനും അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാനും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. കോമ്പറ്റീഷനിൽ ജയിക്കാൻ ഞാൻ ഒരിക്കലും അത് യൂസ് ചെയ്യില്ല. സൺസിറ്റിയുടെ മേയറായ ഞാൻ നിങ്ങൾ എല്ലാവരെയും സൺസിറ്റിയുടെ മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യവും പറയാനുണ്ട്. ഈ കോമ്പറ്റീഷൻ മുഖേന നമ്മൾ കളക്ട് ചെയ്യുന്ന കാശ് ഉപയോഗിച്ച് നമ്മൾ രോഗികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് നൽകാൻ പോവുകയാണ്. എന്റെ ദൈവമേ, ഇതിന് ഇത്രയ്ക്ക് പൈസയോ? ഇപ്രാവശ്യം ഒരുപാട് പൈസ കളക്ട് ആയിട്ടുണ്ടല്ലോ. ചാരിറ്റിക്ക് ഇത് ഒരുപാട് പ്രയോജനകരമായിരിക്കും. എല്ലാരും കൈയടിക്കുന്നതൊന്ന് നിർത്തൂ. കാരണം കുറച്ചു നേരം കഴിഞ്ഞാൽ നിങ്ങൾ നിർത്താതെ കൈയടിക്കേണ്ടി വരും. കുറച്ചു സമയത്തിനുള്ളിൽ മാൻ ആൻഡ് മെഷീൻ ഡാൻസ് കോമ്പറ്റീഷൻ തുടങ്ങാൻ പോവുകയാണ്. കണ്ടസ്റ്റൻസ് വെവ്വേറെ സിറ്റികളിൽ നിന്നും വന്നിരിക്കുകയാണ്. അവർ കൊണ്ടുവന്നിരിക്കുന്ന വണ്ടികളോടൊപ്പമാണ് അവർ ഡാൻസ് കളിക്കാൻ പോകുന്നത്. ഈ കോമ്പറ്റീഷനിൽ എന്റെ കൂടെ ജഡ്ജ് ചെയ്യാൻ പോകുന്നത് ടെമ്പോ അണ്ണയാണ്. ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ പോകുന്ന ആദ്യത്തെ ജോഡിയാണ് ജെനി ആൻഡ് പൂപ്പു. അവർ തന്റെ സൂപ്പർ കാറിന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ജോഡി തന്നെയായിരിക്കും ജയിക്കാൻ പോകുന്നത്. നമ്മുടെ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് രാജു രംഗീല. ഞാനാണ് രാജു രംഗീല, ഓട്ടോ ഡ്രൈവർ. ഓട്ടോറിക്ഷ ഞാൻ പമ്പരം പോലെ കറക്കുന്നതായിരിക്കും. ഏതാണ്ട് ഈ കോമ്പറ്റീഷൻ അത്ര ഈസി ആണെന്ന് തോന്നുന്നില്ല. നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് ആണ് ബാഡി ബൈപ്പർ, പിന്നെ സൂപ്പർ ബൈക്ക്. എന്തൊരു എൻട്രി ആയിരുന്നു അവന്റെ. എന്റെ വയറ്റിന്റെ അകത്ത് ആകാരം എൻട്രി ആവേണ്ട സമയമായി. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. കലക്കി
ഇപ്പൊ നമ്മുടെ അടുത്ത പാർട്ടിസിപ്പന്റ് വരാൻ പോവുകയാണ്. അവരാണ് ലല്ലു ബല്ലു. അവർ തന്റെ ട്രാക്കർ ആൻഡ് ട്രോളിയുടെ കൂടെയാണ് ഡാൻസ് കളിക്കാൻ പോകുന്നത്. എല്ലാരും അടിപൊളി ഡാൻസേഴ്സ് ആണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റൻസ് ടോണി, പിന്നെ റോൾ നമ്പർ 420, പിന്നെ അവരുടെ സ്കേറ്റ് ബോർഡ്സ്. കമോൺ ബോസ്, സ്ട്രെച്ചിങ് ചെയ്ത് കാണിക്ക്. അതെ ബോസ്, ഫുൾ ആയിട്ട് സ്ട്രെച്ചിങ് ചെയ്ത് കാണിക്കേ. ബോസിന്റെ എല്ലെല്ലാം ഒടിഞ്ഞെന്നാ തോന്നുന്നത്. കാരണം ടോണി ബോസ് പൊടി പൊടിക്കുന്ന തോന്നിയത്. ടോണിയോട് കളിച്ചാലുണ്ടല്ലോ. ഈഷ്, നമ്മുടെ അടുത്ത പാർട്ടിസിപ്പൻസ് ആണ് ഇക്ക ദുഃഖ ദിഖ. കലക്കി, ഇത് വളരെ അടിപൊളിയായിട്ടുണ്ട്. സോ ഈ ഡാൻസ് കോമ്പറ്റീഷൻ അല്പസമയത്തിനുള്ളിൽ തുടങ്ങാൻ പോവുകയാണ്. അതുവരെ നിങ്ങൾ എല്ലാവരും ഒരു ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തോളൂ. നീ എന്താ വിചാരിക്കുന്നത് ഡോഡോ? ഇതിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? തീർച്ചയായിട്ടും അവൻ തന്നെ ജയിക്കും. നോക്കിക്കോ, അവൻ കലക്കി മറിക്കും. ഞാൻ പറഞ്ഞത് ഐസ്ക്രീമിന്റെ കാര്യമല്ല, ഡാൻസ് കോമ്പറ്റീഷന്റെ കാര്യമാണ് പറഞ്ഞത്. അതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല. എന്റെ കയ്യിലുള്ള സാധനത്തെ കുറിച്ച് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ. കോമ്പറ്റീഷൻ ഒരൽപ്പം ടഫാണെന്നാ തോന്നുന്നത്. ലെറ്റ്സ് സീ, ആരാ വിജയിക്കുന്നത് നമുക്ക് നോക്കാം. അയ്യോ സാറേ, കഴിക്കുന്ന ചോക്ലേറ്റിൽ മധുരവും പുളിപ്പും ഉണ്ടെങ്കിൽ അതിനെ ചട്ട്പട്ടെന്ന് പറയും. മോഷ്ടിക്കുന്നതിന് മുമ്പ് ആക്ഷൻ എടുത്താൽ അവരെ ഡിറ്റക്റ്റീവ് ചട്ട്പട്ടെന്ന് പറയും. കലക്കി സാർ, എന്തൊരു പഞ്ച് ഡയലോഗാ ഇത്. ഗുഡ് മോർണിംഗ് ചട്ട്പട്ട് അങ്കിൾ. ഗുഡ് മോർണിംഗ് കേക്കോ. അടിപിടി കൂടി അട്ടഹസിക്കുന്ന ചിലർ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. അവരെടുത്തിട്ട് അമ്മാനെ മാടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നുവെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം ഇന്നേ സൺസിറ്റി മാൻ മിഷൻ ഡാൻസ് കോമ്പറ്റീഷനിൽ നിന്ന് ചാരിറ്റിക്കായി കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാശ് ആരോ അടിച്ചു മാറ്റാൻ വരുന്നുണ്ട്. അതെങ്ങനെയാ നിങ്ങൾക്ക് മനസ്സിലായത്? സാറിന് ഇത് ഗ്രീൻ റൂമിൽ നിന്ന് കിട്ടിയതാണ്. ഈ സ്റ്റേജിന്റെയും സൺസിറ്റിയുടെ മാപ്പ്, ബോംബ്, ഗ്ലൗസ്, കയറ്, പിന്നെ ഈ മണി ബോക്സിന്റെ ഫോട്ടോ. ഇതെല്ലാം വെച്ച് നോക്കുമ്പോ ഏതാണ്ട് അപകടം പിടിച്ച പണിയാണ് അവര് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഗ്രീൻ റൂം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ട് കോസ്റ്റ്യൂംസ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന സ്ഥലം. എന്ന് വെച്ചാൽ ചാരിറ്റിയുടെ പൈസ അടിച്ചു മാറ്റാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല, പറ്റില്ല. അങ്ങനെ സംഭവിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഒരു പ്രാവശ്യം ഞാൻ ലൂഡോ എന്ന് പറഞ്ഞൊരു കള്ളനെ പിടിച്ചു. വളരെ ദൂരെയുള്ള ഒരു പ്ലാനറ്റിൽ ലോക്ക് ചെയ്ത് വെച്ചു. ഇന്നെല്ലാവരും ആ പ്ലാനറ്റിനെയാണ് പ്ലൂട്ടോ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. അങ്കിൾ, സത്യമാണോ? ഒരുപക്ഷെ ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയ്ക്ക് മുകളിൽ സമൂസ മഴ പെയ്യട്ടെ. അപ്പൊ നിങ്ങൾ വീണ്ടും പറഞ്ഞത് കള്ളാണല്ലേ? എത്രയും പെട്ടെന്ന് ഈ കോമ്പറ്റീഷൻ നമ്മൾ നിർത്തിവെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കോമ്പറ്റീഷൻ ഇങ്ങനെ പെട്ടെന്ന് നടുക്കുവെച്ച് നിർത്തിക്കളഞ്ഞ ഫാൻസിനോട് നമ്മൾ എന്തോ ഉത്തരം പറയും? അതും ശരിയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയ്ക്ക് നമ്മൾ ആരെ സംശയിക്കും? കള്ളൻ ആരാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഒന്നും ആവശ്യമില്ല മേയർ അങ്കിൾ. ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഗ്രീൻ റൂമിൽ നിന്നാണ് കിട്ടിയത്. അതുകൊണ്ട് കള്ളനും പാർട്ടിസിപ്പൻസിൽ ഒരാൾ തന്നെയാണ്. ഏതെങ്കിലും ഒരു ഡാൻസർ ആയിരിക്കും. എന്നാ പിന്നെ നമുക്ക് എല്ലാ ഡാൻസേഴ്സിനെയും അറസ്റ്റ് ചെയ്തേക്കാം. വേണ്ട അങ്കിൾ, ഒരു ഡാൻസറിനെ പിടിക്കാനായി എല്ലാ ഡാൻസേഴ്സിനെയും അറസ്റ്റ് ചെയ്യുന്നത് അതൊരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റോങ് ആണ്. എന്നാ പിന്നെ ചാരിറ്റിയുടെ കാശ് മൊത്തം വിട്ടുകൊടുക്കാനാണോ പറയുന്നത്? ഒരു ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ അങ്കിൾ അത് നെവർ. നമുക്കൊരു പ്രശ്നവും വരില്ല.
കാരണം റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റാനായി നമ്മുടെ കൂടെ കീക്കോയും സൂപ്പർ സ്പീഡോയും ഉണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, കീക്കോയും സൂപ്പർ സ്പീഡോയും ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കട്ടെ. ഡാൻസേഴ്സിനെ വാച്ച് ചെയ്താൽ മതിയല്ലോ. ആശടിച്ചു മാറ്റാതെ സംരക്ഷിക്കുകയും ചെയ്യാം. എന്താ കീക്കോ? ഐഡിയ കൊള്ളാം. റോങ്ങിനെ റൈറ്റ് ആക്കാൻ വേണ്ടി ഞാനിപ്പോ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തേ പറ്റുമെന്ന് തോന്നുന്നല്ലോ. വേഗം അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. ഞാൻ കീക്കോ എന്റെ ബെല്ലമെന്ന സൂപ്പർ സ്പീഡോ വിളിച്ചാലിടെ നടി വനത്തുന്ന ഹീറോ ഉലങ്ങായി നിൽക്കുന്നവർ സീറോ എന്റെ മുന്നിൽ അതിലുള്ള വഴി നിന്നെ കൂട്ടിപ്പോ റൈറ്റ് ആയാലും ശരി റോങ് ആയാലും ശരി തെറ്റിക്കണ്ടാൽ ഒരിക്കലും ഞാൻ പൊറുക്കില്ല. ഹലോ ബഡി കീക്കോ, സ്പീഡോ ഇതാ എത്തിക്കഴിഞ്ഞു. കുട്ടിക്കുറുമ്പുകൾ ചെയ്യണമോ അല്ലെങ്കിൽ ഗുസ്തി ചെയ്യണമോ? ഹൗ കാൻ ഐ ഹെൽപ്പ് യു? വേഗം എന്നോട് പറയൂ. സൂപ്പർ സ്പീഡോ, ഇന്ന് സൺസിറ്റിയുടെ മാൻ മെഷീൻ ഡാൻസ് കോമ്പറ്റീഷനിൽ ക്യാഷ് അടിച്ചു മാറ്റാൻ പോവാ. അതുകൊണ്ട് നമ്മളും ആ ഡാൻസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കണം. ആ കള്ളനെ നമുക്ക് ട്രാക്ക് ചെയ്തൊന്ന് പിടിക്കണം. ഓ വാവ്, സൂപ്പർ സ്പീഡോ മ്യൂസിക്കും ഡാൻസുമായിട്ട് നമുക്കിന്ന് അടിച്ചു പൊളിച്ചേക്കാം. കള്ളനെയും പിടിക്കാം. ഫസ്റ്റ് പ്രൈസ് നമുക്ക് തന്നെ മേടിക്കുകയും ചെയ്യാം. ഞാൻ ചെന്ന ഡാൻസ് കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചേക്കാം. മമ്മി, കാശ് അടിച്ചു മാറ്റാതെ ഒന്ന് രക്ഷിക്കണേ. എന്നാൽ ശരി, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം ഒരു ചെറിയ ചേഞ്ചോട് കൂടി ഡാൻസ് കോമ്പറ്റീഷന്റെ ആദ്യത്തെ റൗണ്ട് നമുക്ക് തുടങ്ങാം. ആരാണ് ഈ റൗണ്ടിൽ ജയിക്കുന്നത് അവരടുത്ത റൗണ്ടായ ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നതാണ്. പക്ഷേ അങ്കിൾ, ഒരു കാര്യം പറയോ? ചേഞ്ച് എന്തോ ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? ഞാൻ ആ കാര്യം മറന്നുപോയി. ആ ചേഞ്ച് എന്താണെന്ന് വെച്ചാ സൺസിറ്റിയുടെ ഭാഗമായി കീക്കോ തന്റെ സൂപ്പർ സ്പീഡോ കാറുമായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോ തന്റെ ടാലന്റ് കാണിക്കുവാൻ ഇത് എത്തിക്കഴിഞ്ഞു ഡാഡി ബൈക്കർ. എനിക്ക് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു അത് ഇവൻ തന്നെ ആയിരിക്കുമെന്ന്. ജൂനിയർ ഇത് നോട്ട് ചെയ്ത് വെച്ചോ. വട്ടം കിടക്കുന്ന ഈ ബൈക്ക് മാൻ ഉണ്ടല്ലോ, അവനായിരിക്കും ഈ കാശ് അടിക്കാൻ നോക്കുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കാം. പക്ഷെ അവൻ ഇതുവരെ ഒന്നും മോഷ്ടിച്ചിട്ടില്ലല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞതും ഇതിൽ ഞാൻ എഴുതിയേക്കാം. ടെമ്പോ അണ്ണ, ഇപ്പൊ നിങ്ങൾ തുടങ്ങിക്കോ. ബട്ടൺ പ്രസ് ചെയ്യേ, എന്നിട്ട് റിസൾട്ട് പറയൂ. ടെമ്പോ അണ്ണ എന്ത് ചെയ്താലും എന്റെ ഒരു സ്റ്റൈലിലായിരിക്കും ചെയ്യുന്നത്. റിസൾട്ടും ഞാൻ എന്റെ സ്റ്റൈലിൽ പറയും. അടുത്തതായി ഇപ്പോൾ വരാൻ പോകുന്നത് രാജു രംഗീല. രാജു രംഗീല ഓട്ടോക്കാരന്റെ കളി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഞാൻ എല്ലാവരെയും ഞെട്ടിക്കാൻ പോവുകയാണ്. ഈ ഒരൊറ്റാണി കൊണ്ട് ഞാൻ അവന്റെ കളി അവസാനിപ്പിക്കുന്നതാണ്. ഞാനിവിടെ വന്നത് എന്റെ ടാലന്റ് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവസാനം ദാ തലയും കുത്തി താഴെ വീണ് ദേ കിടക്കുന്നു.
ഷാർപ്പായിട്ട് ശ്രദ്ധിക്കണം. നോട്ട് ചെയ്ത് വെച്ചോ ജൂനിയർ. 2 കള്ളന്മാരുണ്ട് ഇവിടെ. ഒറ്റയടിക്ക് കാശ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് അവർ ട്രാക്ടറും ട്രോളിയും കൊണ്ടുവന്നിരിക്കുന്നത്. അവർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാലക്കി സാർ, നിങ്ങളുടെ കണ്ടുപിടുത്തം സൂപ്പറാ. ഇപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പാവം, ഈ കുട്ടികളോട് എനിക്ക് സഹതാപം തോന്നുന്നു. ഇവന്മാരൊന്നും കള്ളന്മാരാകാൻ ചാൻസസ് ഇല്ല. വാവ്, കാലക്കി സാർ, ഞാൻ ഈ പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. പറയൂ ചട്പട്ട് അങ്കിൾ, നിങ്ങൾക്ക് ആരെങ്കിലും കൂടുതൽ സംശയമുണ്ടോ? നട്ടപ്പാതിരേക്ക് മുങ്ങിയെ പോലെ കണ്ണും തുറന്നു വെച്ച് ഇരയെ തേടുന്നവനാണ് ഈ ചട്പട്ട്. മനസ്സിലായോ? സാർ എന്താ പറഞ്ഞത്? പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ട്രാക്ടറും ട്രോളിയും വെച്ചേക്കുന്ന ലല്ലുവിനോടും ബല്ലുവിനോടുമാണ്. പുള്ളിക്കൊരു ഡൗട്ട്, ആ സൈക്കിളിലെ ചെക്കൻ ഇന്നസെന്റ് ആണ്. അത് തന്നെയാണ് എന്റെ അഭിപ്രായം. തന്റെ ടാലന്റ് കാണിക്കാൻ ഇതാ കളമിറങ്ങാൻ പോകുന്നു നമ്മുടെ പ്രിയങ്കരനായ കീക്കോയും സൂപ്പർ സ്പീഡോയും. Ding dong, ding dong, ding dong, ding. Let's go, Kiko, do our thing. So many people, but just one thief. This case is gonna get a little deep. Jenny, Raju, a baddie biker. We will save the charity money. We're right here. Huh? Yeah, yeah. Super Speedo will dance, throw his wheels around. He will win the first prize and take the thief down. ഈ പെർഫോമൻസിനെ കുറിച്ച് 2 വേർഡ്സിൽ പറയണമെങ്കിൽ സൂപ്പർ വാവ്. വാവ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നത്. ഞാൻ ഇങ്ങനെ കഴിക്കട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഓരോ പെർഫോമൻസും നമ്മൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി, കൊള്ളാം, നല്ല രസമുണ്ട്. തങ്കക്കൂടത്തിന് ചാന്ത് പൊട്ട് വെച്ചതുപോലെയുണ്ട്. കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. ഞാൻ പറയാൻ വന്ന കാര്യം, പലരും ഇവിടുന്ന് ഔട്ടായി പോയി. ഇപ്പൊ നമ്മളെടുത്തുള്ളത് 4 ഫൈനലിസ്റ്റ് മാത്രമാണ്. അവരെല്ലാവരും ഫൈനൽ റൗണ്ടായ അടുത്ത റൗണ്ടിൽ ഒന്നിച്ച് ഒരേ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളാണ് ഇക്ക ദുഃഖ ദിക്ക. കൊള്ളയടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞങ്ങളെ ആർക്കും തടയാൻ പറ്റില്ല. ഒറ്റ മിനിറ്റ് കൊണ്ട് അവന്മാരൊക്കെ പോകുകയും ചെയ്തു. കൊള്ളാം സാർ, എന്തൊരു പോയിന്റാ പറഞ്ഞത്. അതും ഞാൻ എന്റെ നോട്ട് പാഡിൽ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അവര് 3 പേരും ഇന്നസെന്റ് ആണെന്ന് നിങ്ങൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കട്ട് ചെയ്തേക്കാം സാർ. സൂപ്പർ സ്പീഡോ, അവരടിച്ചുകൊണ്ട് പോയ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഇത് നമ്മുടെ സൺസിറ്റിയിലെ കുട്ടികളുടെ ഫ്യൂച്ചറിന്റെ കാര്യമാണ്. അവരിതിൽ ഏത് ടണൽ വഴിയായിരിക്കും പോയത്? അക്കുത്തിക്കുത്താന വരുന്നു. അത് വേണ്ട സൂപ്പർ സ്പീഡോ, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല. നമുക്ക് ഫോർമുല നമ്പർ 48 യൂസ് ചെയ്യാം. അതാണ് ശരി. ഫോർമുല നമ്പർ 48 ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യാം. കള്ളൻ ഏത് വഴിക്കാ പോയതെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഇത് കണ്ടോ കീക്കോ, റൈറ്റ് സൈഡിലുള്ള ഈ ടണലിന്റെ ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. എന്ന് വെച്ചാൽ അവർ ഈ വഴിയിലൂടെ ആയിരിക്കും എസ്കേപ്പ് ആയത്. നീ പറഞ്ഞതാ ശരി. നമുക്ക് ഉടനെ തന്നെ അവന്മാരെ ഫോളോ ചെയ്യാം. ഓക്കേ ബാഡി. അതിനാണ് പറയുന്നത്, ഡാൻസ് കളിച്ച് അവസാനം ക്യാഷും കൊണ്ട് നമ്മൾ എസ്കേപ്പ് ആയി. നമ്മളെ അവിടെ വെച്ച് തന്നെ തളക്കാൻ ശ്രമിച്ചവനാണിവൻ. ഇതാ വീണ്ടും നമ്മളെ പിടികൂടാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് അവൻ. നീ ഒരു കാര്യം ചെയ്യ്, സഡൻ ബ്രേക്ക് അടിക്ക്. അവൻ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ കാറ് പപ്പടം പോലെ പൊട്ടിത്തെറിക്കും.
നിങ്ങൾ ഈ കാശ് അടിച്ചു മാറ്റി വളരെ വലിയ തെറ്റാണ് ചെയ്യുന്നത്. അത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തിട്ട് ചെയ്ത തെറ്റ് തിരുത്തി മാറ്റൂ. എന്താ പറഞ്ഞത്? നീ ഞങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു? മര്യാദയ്ക്ക് മാറി നിൽക്കടാ കൊച്ചനെ, അല്ലെങ്കിൽ നിന്റെ കഥ ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ഞാൻ അവസാനമായി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്, പ്ലീസ് ആ കാശ് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തേക്ക്. ഞങ്ങളും അവസാനമായിട്ട് പറയാണ്, കാശ് തിരിച്ചു തരുന്ന പ്രശ്നമില്ല. ഞങ്ങൾ എന്തിനും തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഒടിഞ്ഞു വീഴാൻ പോകുന്നത് നിന്റെ എല്ലുകളായിരിക്കും. രണ്ടിലൊന്ന് നമുക്ക് നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും കീക്കോ? എന്റെ സൂപ്പർ മിസൈൽ അയച്ച് അവരെ തകർക്കട്ടെ? വേണ്ട, മിസൈൽ അയച്ചാൽ ആ കാശും നാശമായി പോവും. ആ കാശ് നമുക്ക് വളരെ സേഫ് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കണം. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 27 അപ്ലൈ ചെയ്യേ. ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്തേക്കാം ഫോർമുല നമ്പർ 27. മഴ കൊണ്ട് ആ തീ ഇപ്പോൾ അണച്ചു തരാം. പക്ഷേ ഇനി എത്ര സമയം നമ്മൾ അവന്മാരെ ഇങ്ങനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ കാശ് വളരെ സേഫ് ആയിട്ട് എടുത്ത് മാറ്റാൻ കാശ് വെച്ചിരിക്കുന്ന ആ ട്രോളി നമുക്ക് ട്രക്കിൽ നിന്നും വേർപെടുത്തണം. അത് ചെയ്യണമെങ്കിൽ ഞാൻ ആ ട്രോളിയിൽ കയറിയേ പറ്റൂ. ഓക്കെ, ഇപ്പോൾ ഞാനൊരു തന്ത്രം ചെയ്യാം. നിന്നെ ഞാൻ ആ ട്രക്കിൽ കൊണ്ടുപോയി എത്തിക്കാം. നീ ട്രക്ക് ഓടിക്ക്. ദുഃഖ ബോസിന് മെസ്സേജ് അയച്ച് ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ പറയേ. അതിനുള്ളിൽ ഞാൻ ചെന്ന കിക്കോയെ ചട്നിയാക്കിയേക്കാം. നിക്കടവിടെ. ഇനി ഞാൻ നിന്നെ ഒരിക്കലും വിടുന്ന പ്രശ്നമേ ഇല്ല. ആദ്യം എന്നെ ഒന്ന് പിടിച്ചു കാണിക്ക്. എന്ത് പറ്റി ചേട്ടാ, തളർന്നു പോയോ? ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ടാവും. എന്നാ ദാ പിടിച്ചോ, എന്റെ സ്ട്രോങ് കിക്ക് തന്നേക്കാം. ഏതായാലും നീ ലിവർ ഓപ്പൺ ചെയ്തത് നന്നായി. ഞങ്ങൾ ഇത് വിട്ടേച്ചു പോകുന്നില്ല. ഞങ്ങൾ ഇതും കൊണ്ട് അങ്ങ് പറക്കും. ഇനി നിന്റെ കളിയൊന്നും ഇവിടെ നടക്കില്ല മോനെ. ഞാനാണ് ഡിറ്റക്റ്റീവ് ചാറ്റ്ബോട്ട്. ഞാൻ കള്ളന്മാരെ ഫടാഫറ്റ് പിടിക്കുന്നവരാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 62. ഓക്കെ ബഡി കീക്കോ, 62 ഉടനെ അപ്ലൈ ചെയ്യാം. കാശും ഞാൻ വളരെ സേഫായി ലാൻഡ് ചെയ്യാം. കള്ളന്മാർ കൊള്ളയടിച്ചു കൊണ്ടുപോയ കാശ് കീക്കോ ഇത് വളരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. കൊള്ളാം. ഈ സന്തോഷത്തിന് കൂടെ വേറൊരു സന്തോഷവുമുണ്ട്. എല്ലാവരും ചേർന്ന് നിന്നെയും സൂപ്പർ സ്പീഡോയെയും ഈ ഡാൻസ് കോമ്പറ്റീഷന്റെ വിന്നറായി സെലക്ട് ചെയ്തിരിക്കുകയാണ്.